ധ്യാനം കൂടി പോയാൽ പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം യേശുവായിട്ട്. നിങ്ങൾ രാത്രിയിൽ എഴുന്നേക്കണം, വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണം, മുട്ടുമേ നിൽക്കണം, കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. യേശുവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. ഇന്നത്തെ മുഴുവൻ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം. നമ്മൾ പറയണം, പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവ ദൗത്യം ഇനി വായിച്ചേ. 1 യോഹന്നാൻ 2:1 വചനം. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്. നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇനി ചെറിയ പാപം ചെയ്തെന്ന് വിചാരിച്ചോ? യേശുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ പാപം മുഴുവൻ യേശു തൻ്റെ രക്തം കൊണ്ട് കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് യേശുവിനെ സ്വീകരിച്ചാലുള്ള നേട്ടം. ഒരു വീഴ്ച വന്നെന്ന് വിചാരിച്ചോ? ക്രിസ്തുവിൻ്റെ മുമ്പേ കരയുമ്പോൾ ആ പാപം കഴുകപ്പെട്ടു. ഇല്ലേ, പാപവും പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളും നമ്മെ വേട്ടയാടും. വായിച്ചേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് യേശു പാപപരിഹാര ബലിയാണെങ്കിൽ ഒരു ക്രൈസ്തവൻ ലോകം മുഴുവനുമുള്ള പാപികളുടെ പാപങ്ങൾക്ക് അവൻ്റെ ജീവിതം കൊണ്ട് പാപപരിഹാര ബലിയായി തീരണം. ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ സുവിശേഷം കേട്ടാൽ പോരാ. പ്രിയമുള്ളവരെ, നമ്മുടെ പാപപരിഹാര ബലി ഒരു പ്രാർത്ഥനയായിക്കൊള്ളട്ടെ. അപ്പം ഇന്നും ഇന്നലെയൊക്കെ വലിയ പ്രളയവും മഴയും വരുമെന്ന് നമുക്ക് പറഞ്ഞായിരുന്നു, അല്ലേ? എന്നാ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഇപ്പം വരും മഴ, ചുഴലിക്കാറ്റ്. എന്നിട്ട് എന്ത് നല്ല കാലാവസ്ഥയാണ്. കാരണം എന്താണെന്നറിയോ? ഒരു പ്രളയം വന്നപ്പോൾ ആളുകളെല്ലാം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സത്യത്തിൽ പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ, പ്രകൃതിയിൽ ഉണ്ടാകാനിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ തന്നെ മാറ്റിവിടാൻ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പ്രളയം വരുമെന്നൊന്ന് ബോധ്യപ്പെടുത്തി തരണ്ട. അതിനപ്പോൾ വന്നത് അന്നേരം എന്താണ്, TV നോക്കി പ്രളയം എവിടെയാണ്, എപ്പോഴാണ് ഇടുക്കി ഡാം തുറക്കുന്നത് നോക്കിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ മറന്നുപോയി. എല്ലാവരും നോക്കുകയാണ്, ഇത് ഏത് ചാനലാണ് ആദ്യം ഇടുക്കി ഡാം തുറക്കുന്നത് പുറത്തു വിടുന്നത് നോക്കി ഇരുന്നതാണ്. പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ആ സമയത്ത് നിങ്ങളെല്ലാം കരങ്ങൾ ഉയർത്തി, ഏത് പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടായാലും എന്ത് ചെയ്തോണം? അപ്പോഴേ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇപ്പോൾ ഓപ്പറേഷൻ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അന്നേരം ഉടനെ നമ്മൾ ആ ഡോക്ടറെ വിളിക്കുന്നു, ഈ ഡോക്ടറെ അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളിത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഡോക്ടറുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് ബന്ധുമിത്രാദികളെ ഏൽപ്പിച്ചിട്ട് പള്ളിയിലോട്ട് കയറിയിട്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ച് അവിടെ നിൽക്കണം. പ്രിയമുള്ളവർ, അവിടെ നിൽക്കും. പ്രശ്നം തുറക്കാത്ത ഹാർട്ട് അല്ല, തുറക്കാത്ത വാൽവ് തന്നെ തുറക്കും, അടയേണ്ടിയ വാൽവ് തന്നെ അടയും, എല്ലാം തന്നെ നടക്കും. അത്ഭുതകരമായിട്ട് എത്രയോ സംഭവങ്ങളാണ്. നമ്മുടെ ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഓസ്ട്രേലിയ ആയിരുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ഉദരത്തിൽ കിടന്നു അനൗൺസ് ചെയ്ത്. അങ്ങനെയല്ലേ? ഇതാ ഓസ്ട്രേലിയ വിദേശ രാജ്യത്ത് കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ രോഗം കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് ഇവിടെ അനൗൺസ് ചെയ്ത ഒരു അച്ഛൻ ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പിറ്റേ വർഷം സാക്ഷിയായിട്ട് ഇവിടെ വന്നു. ആ പറയുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു, എൻ്റെ കൊച്ചിൻ്റെ സൗഖ്യം എനിക്ക് ഫീൽ ചെയ്തു. ഇതാ പൂർണ്ണമായിട്ട് മാറി, ഒരു കുഴപ്പമില്ലാത്ത കൊച്ചിനെയായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എങ്ങനെ നടക്കുന്നത്? കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവർ ശാന്തമായിട്ടിരുന്ന് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചു. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ സുവിശേഷത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഇനി വായിച്ചേ. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു ക്രിസ്തുവിനെ അറിയുന്നവൻ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ പാലിക്കണം. എന്താണ് യേശുവിൻ്റെ വചനം? കൽപ്പന ഏതാണ്? ഇതാ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. യേശു എങ്ങനെയാണ് സ്നേഹിച്ചത്? നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും യേശുവിനെ അറിയാൻ മേല, അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ല. യേശുവിനെ യഥാർത്ഥമായി അറിയാവുന്നവൻ എന്ത് ചെയ്യും? ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ സ്നേഹിച്ചതുപോലെ യേശു എങ്ങനെ സ്നേഹിച്ചത്? തൻ്റെ ജീവനും രക്തവും നൽകിയാണ് സ്നേഹിച്ചത്, അല്ലേ? നമ്മുടെ ജീവനും രക്തവും നൽകിയിട്ടാണ് ജീവിതം നൽകിയാണ് സ്നേഹിച്ചത്. ഒരു ജീവിതം ഉണ്ടായിരുന്നു, 33 വയസ്സ്. ആ ജീവിതം ഇന്നാ നീ എടുത്തോ എന്ന് പറഞ്ഞ്
നമുക്ക് തന്നു. നമുക്ക് വേണ്ടിയായിരുന്നു ആ ജീവിതം മുഴുവൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആർക്കോ വേണ്ടി നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജീവിക്കണം. അവർ യേശു സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭർത്താവിനെ ആയിരിക്കാം ചിലപ്പം. യേശു സ്നേഹിച്ചതുപോലെ ഭർത്താവിനെ സ്നേഹിക്കണം. യേശു നിങ്ങളെ സ്നേഹിച്ചത് ജീവൻ നൽകിയ, ജീവിതം നൽകിയ എങ്കിൽ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം? ജീവനും ജീവിതവും നൽകി സ്നേഹിക്കണം. ആ വകുപ്പിൽ യേശു ക്രിസ്തുവിനിട്ട് ഇടിയും അടിയും തൊഴിയും കിട്ടി. അടിയും തൊഴിയും കിട്ടിയിട്ടും യേശു എന്ത് പറഞ്ഞു? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. അവിടെ വരുമ്പോഴാണ് ഈ കളി മുഴുവൻ നടക്കാൻ പോകും. ക്ഷമയുടെ കാര്യമൊക്കെ പറയും, എല്ലാം പറയും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. യേശു സ്നേഹിച്ചത് എങ്ങനെയാണ്? രക്തം കൊടുത്ത്, ജീവൻ കൊടുത്ത് സ്നേഹിച്ച്. ഈ സ്നേഹം നമ്മൾ ക്രിസ്തുവിനോട് തിരിച്ചു കാണിക്കണം. പ്രതിസ്നേഹം. യേശു നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചെങ്കിൽ നമ്മൾ അതുപോലെ യേശുവിനെ തിരിച്ച് സ്നേഹിക്കണം. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളെങ്ങനെയാ? നമുക്ക് സ്നേഹം കിട്ടി, സന്തോഷമായി. സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടതാണ്, സ്നേഹിക്കുന്നവൻ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു സ്നേഹിച്ചതിനെ സ്വന്തമാക്കാൻ ജീവിതം കൊടുത്തു. സ്നേഹിച്ച ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ നിങ്ങൾ എന്നാ കൊടുത്ത്? നമ്മൾ ചിന്തിച്ച് നോക്കി. സ്നേഹിച്ച ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ എന്താ കൊടുത്തേ? കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. പണ്ട് കാലത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധം കൂടെ ഞാൻ പറയാം. വളരെ ഇവിടെ ഇങ്ങനെ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചാരിറ്റി പ്രവർത്തനം. അപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ചാരിറ്റി. അപ്പോഴാണ് കുറച്ച് ആളുകൾ എന്നോട് ഒന്ന് പറഞ്ഞു, നമ്മൾ ഈ രോഗികൾക്ക് സഹായം കൊടുത്തു, രോഗി കുറച്ച് ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകും, എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടോ അതിനകത്തുനിന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, രോഗി പ്രാർത്ഥിക്കുമായിരിക്കും നമുക്ക് വേണ്ടി. അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഒരു നല്ല ബുദ്ധി എനിക്ക് പറഞ്ഞു. നമ്മൾ ഈ സഹായം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണെങ്കിലുള്ള പ്രത്യേകത എന്നു ചോദിച്ചാൽ, അവർ പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? പിന്നെ നമ്മുടെ സ്ഥാപനത്തെ സ്നേഹിക്കുകയും അവർ സഹായിക്കുകയും ചെയ്യും. അത് യാക്കോബക്കാരൻ്റെ ബുദ്ധിയാണ്. എനിക്ക് അത്രയും ബുദ്ധിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നല്ല ഐഡിയ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ് നേഴ്സിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ. അപ്പം നേഴ്സിംഗ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം ലോണായിട്ട് കൊടുക്കുമെന്ന് ഇവിടെ അനൗൺസ് ചെയ്ത് 10,000, 25,000 ഒക്കെ വെച്ച് നമ്മൾ കൊടുക്കും. എന്നെങ്കിലും നിങ്ങൾ ജോലി കിട്ടിക്കഴിയുമ്പോൾ, പഠിച്ച് ജോലി കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചിവിടെ അടക്കണം. അതാണ് കണ്ടീഷൻ. നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്താൽ, നേഴ്സായി തീരാൻ വേണ്ടി ഒരു കുഞ്ഞിനെ സ്നേഹിച്ച് ചെയ്യുന്ന അങ്ങോട്ട് എന്നാ പറ്റിയെന്നറിയാവും? പ്രിയമുള്ളവർ, കുറേ പേർക്ക് പൈസ കൊടുത്തു. ഇന്ന് വരെ കൊടുത്ത ഒരൊറ്റ ആൾ പിന്നെ എന്നെ കണ്ടാലും ഇങ്ങോട്ട് എന്നെ നോക്കത്തുമില്ല, ഈ വഴിക്ക് വന്നിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ പ്രിയമുള്ള ഇവിടെ അടുത്തൊരു ഒരാൾ എന്നോട് വന്നിച്ച് പറഞ്ഞു, അച്ഛാ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചെയ്തതാണ് സംഭവം, ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം അവിടെ എന്നെ ഞാനത് ഓർത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഇവിടെ കയറി വന്നു. പ്രിയമുള്ളവരെ, ചങ്ക് പൊട്ടി ഒറ്റ കരഞ്ഞിൽ കാണുകയും ഞാൻ ഓർത്തത്, ദൈവമേ, ഞാൻ എന്നാ കരയുന്നത്? എൻ്റെ മോക്ക് പഠിക്കാൻ ഒരു മാർഗമില്ല അച്ഛാ. എനിക്ക് സങ്കടമായി. അപ്പോഴാണ് പുള്ളിക്കാരത്തി യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയിലൂടെ നോക്കി, ചങ്കരണ്ട് 4 അടിയും കൂടെ. അതോടുകൂടി ആ അടി എനിക്കിട്ടേറ്റ പോലെ. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, സാരമില്ല, പേടിക്കണ്ട. ഞാൻ അവിടുന്ന് എല്ലാവർക്കും 10,000 രൂപയൊക്കെ വെച്ചാൽ കൊടുത്തുകൊണ്ടിരുന്നു. അവർക്ക് ഞാൻ കൂടുതൽ പൈസ കൊടുത്ത്. ഞാനത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് കിട്ടുകയല്ല, നമുക്ക് കുറച്ചാൾ കഴിഞ്ഞ് മനസ്സിലായി. ഞാനതെല്ലാം വിട്ട്. അപ്പോഴാണ് ഇവിടെ അടുത്തുള്ളൊരു പുള്ളിക്കാരൻ എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, അച്ഛാ, നമ്മൾ സഹായിച്ച് ഇന്നയാളെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. ആ പെണ്ണ് പഠിച്ച് ഡൽഹിയിൽ നേഴ്സായിട്ടിരിക്കുകയാണ്, നമ്മുടെ പൈസ തിരിച്ചു തന്നോ? ഞാൻ പറഞ്ഞില്ല. അവരെവിടെയുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ കാശായി, എന്നിട്ടും പള്ളിയിലെ പൈസ തരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അന്വേഷിച്ചെന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു, ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി. അതാണ് ഈ ഓർമ്മപ്പെടുത്തൽ സുവിശേഷം. ചെറിയൊരു സുവിശേഷം ഒന്ന് ഓർമ്മപ്പെടുത്തിയ. ഉടനെ ആ പുള്ളിക്കാരൻ ചെന്ന് ചെയ്തു, സുവിശേഷം അവിടെ കൊടുത്തത് എങ്ങനെ? ഞാൻ കൊടുത്തതിനേക്കാൾ ഇച്ചിരി ഗ്രേഡ് കൂട്ടിയ.
അച്ഛൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്, മേടിച്ച കാശ് തിരിച്ച് കിട്ടാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞില്ല, കേസ് കൊടുക്കാമെന്നാണ് പറഞ്ഞു. അതോട് കേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തി നേരെ ഊട്ടി ഇവിടെ വന്നു. അപ്പോൾ കേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ എന്നാ? അല്ല, ഞങ്ങൾ പണ്ട് നേഴ്സിങ്ങിൻ്റെ കുറച്ച് പൈസ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പഠിത്തമൊക്കെ കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് യാത്ര പറയാൻ പറ്റിയില്ല. ഇപ്പോൾ ഡൽഹിയിൽ നേഴ്സാണ്. അപ്പം ഞാനോർത്തു ഒന്നുകിലും നന്ദി പറയാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രതിസ്നേഹം കാണിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒരു 5000 രൂപ ഇപ്പം തരിക തിരിച്ച്. ഏതെങ്കിലും പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് അച്ഛനിത് കൊടുക്കണം. ഇത് രണ്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവരെന്തിനാ വന്നതെന്നറിയോ? പ്രിയമുള്ളവർ, ആ പുള്ളിക്കാരത്തി എല്ലാം ഇങ്ങനെ നിന്നേച്ച് എന്നോട് പറയുകയാണ്, ഇപ്പോൾ ഉടനെ അങ്ങ് കാശ് ചോദിക്കരുത്, ഒരു 3-4 വർഷം കഴിയാതെ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷമായി ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും സ്വീകരിക്കും നമ്മളിങ്ങനെയല്ലേ? രോഗശാന്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം പോരട്ടെ മേടിച്ചെടുക്കും. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, കർത്താവിന് വേണ്ടി ആ ശുശ്രൂഷ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, തിരുവേനി, ദൈവം എനിക്ക് ഈ ധ്യാന കേന്ദ്രത്തിലൂടെ ഒത്തിരി കാര്യം ഇങ്ങോട്ട് തന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും പഠിച്ച് വലിയവരായി. 2 പേർക്കും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ജോലി കിട്ടി. ഒരാളുടെ വിവാഹം കഴിഞ്ഞു, ഒരാളുടെ വിവാഹം റെഡിയായി. കർത്താവ് എനിക്ക് എന്തുമാത്രം ഇങ്ങോട്ട് തന്നു, ഇനി കർത്താവിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് തെറ്റുണ്ടോ? ഞാൻ ഓർത്തു, ഞാൻ കൊടുത്ത സുവിശേഷം വ്യർത്ഥമായി പോയില്ല. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇനി അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, പുള്ളിക്കാരൻ പിറ്റേ ആഴ്ച പോയി ജോലി രാജിവെച്ച് തിരിച്ചു വന്നു. ഫുൾ ടൈം ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. നല്ല ജോലി, ഗവൺമെൻറ് ജോലി രാജിവെച്ചിട്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വന്നിരിക്കുക. കണ്ടോ? യേശുക്രിസ്തുവിന് ഇങ്ങനെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരുടെ കൂട്ടായ്മയാണ് സഭ. അങ്ങനെയാണ് ഈ സഭ ഇതുപോലെ വളർന്നത്. ജീവിതം കൊണ്ട് വളർത്തിയെടുത്താണ് സഭ. ജീവിതം കൊണ്ടാണ് സഭ വളർത്തിയത്. അതുകൊണ്ട് അടുത്ത തലമുറയിൽ സഭയുണ്ടാകണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിതം കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്ക്. ഒരു 2 മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കും. ആ സമയത്ത് വേറൊരു പരിപാടിക്കും ഞാനില്ല. വേദപുസ്തകം വായിക്കും, വചനം വായിക്കും, പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ തീരുമാനിച്ചേ. അതിൻ്റേതായ പ്രയോജനമുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഈ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരൊന്നും അല്ല, പുറത്തൊരാളാണ്, ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. ചെറുപ്പക്കാരൻ വന്നിച്ച് പറഞ്ഞു, ഞാൻ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. തിരുമേനി അമേരിക്കയ്ക്ക് പോകാമെന്ന് ഇവിടെ അനൗൺസ് ചെയ്ത് അന്ന് ഞാൻ തീരുമാനിച്ചു, തിരിച്ചിവിടെ വരുന്നിടം വരെയും എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്ക് ഞാൻ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഉപവാസവും നോയമ്പും. അതുകൊണ്ട് എൻ്റെ നോയമ്പ് ഇന്ന് അവസാനിക്കുകയാണ്. തലക്കൈ വെച്ച് പ്രാർത്ഥിച്ചേക്ക്. ഞാൻ അതിശയിച്ചു പോയി. ഒരു സുവിശേഷത്തെ ആ ചെറുപ്പക്കാരൻ എന്തുമാത്രം നെഞ്ചിലേറ്റിയിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ എന്തുമാത്രം സുവിശേഷത്തെ നെഞ്ചിലേറ്റി. ഞാനിവിടെ പറയുന്നത് പോലെ തന്നെ പ്രിയമുള്ളവരെ, ഞാൻ പോകുന്ന സ്ഥലത്ത് ആ സുവിശേഷം അവിടുത്തെ ജനത്തിന് കിട്ടാൻ വേണ്ടി ഒരു വ്യക്തി ഓർക്കണം, എത്ര ദിവസമാണ്? 2 മാസം എന്ന് പറഞ്ഞാൽ 60 ദിവസം. അങ്ങനത്തെ ഒരു നോയമ്പില്ല സഭയിൽ. 60 ദിവസം നോയമ്പ്. ഇതാണ് സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രതികരണം. അങ്ങനെ പ്രതികരിക്കുന്ന സമൂഹങ്ങളാണ് വളരുന്നത്. എന്തോ നിർഭാഗ്യത്തിന് നമ്മുടെ അപ്പോസ്തോലിക സഭയിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവരെന്താ ചെയ്യുന്നത്? രോഗശാന്തിയാണേ പോരട്ടെ, 2 കഷ്ണം മുറിച്ചോ, പാച്ചവർ ഇങ്ങോട്ട് പോരട്ടെന്ന് പറഞ്ഞ പോലെയാണ്. അത്ഭുതം അടയാളമാണ്, ഒരു 5-6 ഇങ്ങോട്ട് പോരട്ടെ, IELTS ഒരു 4 പോരട്ടെ എന്ന് പറയുന്നതല്ലാതെ നമ്മൾ കർത്താവിന് വേണ്ടി അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് യേശു പ്രതീക്ഷിക്കുന്നു നമ്മളിൽ നിന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ എന്നെ അറിയുന്നു എന്ന് പറയുന്നവൻ എന്തു ചെയ്യണം? എൻ്റെ കൽപ്പന പാലിക്കും. ബാക്കി വായിച്ചേ. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു. ഞാൻ യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നു, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഓർത്തോ, കള്ളമാണ് പറയുന്നത് നിങ്ങൾ. ക്രൈസ്തവൻ കള്ളനാകരുത്. ക്രൈസ്തവനൊരു കള്ളനാകരുത്.
പ്രിയമുള്ളവരെ, ക്രൈസ്തവൻ സത്യമുള്ളവനായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം സത്യമുള്ള ജീവിതമായിരിക്കണം. നമ്മുടെ നെഞ്ചിൽ നിന്ന് നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. ഇത് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലായാലും മതി, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഒരു കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. കർത്താവിന് വേണ്ടി 1 മണിക്കൂർ കർത്താവിന് പ്രാർത്ഥിക്കാൻ, ദൈവവചനം വായിക്കാൻ, സുവിശേഷം പറയാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര മോശം സംഭവമൊന്നുമല്ല സുവിശേഷം, യേശുവിനെക്കുറിച്ച് പറയാൻ. ഇന്ന് പലപ്പോഴും സത്യത്തിൽ പ്രിയമുള്ളവരെ വൈദികരുടെ നാവ് പോലും സുവിശേഷം പറയാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യേശു സുഖപ്പെടുത്തും കേട്ടോ, അല്ലെ യേശു നമ്മൾ സൗഖ്യപ്പെടുത്തും, കടബാധ്യതയാണ്, യേശു കൂടെ ഉണ്ടല്ലോ, ദൈവം നോക്കിക്കോളെന്ന് പറയാൻ നാക്ക് പൊങ്ങുന്നില്ല. നമ്മൾ വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് മാറാൻ പ്രിയമുള്ളവരെ, നമുക്ക് പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവിക ജീവൻ കൊടുക്കാൻ നമുക്ക് സുവിശേഷത്തെ നെഞ്ചിലേറ്റാം. ഇതാണ് കൃപ, സുവിശേഷമാണ് കൃപ. എന്നിട്ട് ബാക്കി കൂടെ വായിച്ചോ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ വചനം പാലിക്കുകയാണെങ്കിൽ ഉറപ്പായും ദൈവസ്നേഹമുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. സുവിശേഷം പാലിക്കാൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പാലിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് സാധിക്കുകയില്ല. ഇനി നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. യേശുവിലാണെന്ന് വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലാകും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉദിക്കുമ്പോൾ. പിന്നെ അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവനൊരു വഴിയുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവൻ. ആ വഴിയിൽ കൂടെ തന്നെ പോകണം. നമുക്കൊന്ന് തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. കാലഘട്ടം വളരെ മോശമായൊരു കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി ആധ്യാത്മികതയൊക്കെ തുലാസിൽ ആടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് കൃപയാകുന്ന ആ പെട്ടകത്തിലേക്ക്, നോഹയുടെ പെട്ടകം പോലെ ഒരു പെട്ടകമാണ് സുവിശേഷം. ആ സുവിശേഷത്തിലേക്ക് നമ്മൾ കയറണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ സുവിശേഷത്തിന് സമർപ്പിക്കണം. നമ്മുടെ ഭവനം സുവിശേഷ ഭവനമായി മാറട്ടെ. അവിടെ ദൈവവചനം വായിക്കണം, അവിടെ പ്രാർത്ഥന ഉയരണം. നമ്മുടെ ജോലികളൊക്കെ വിശ്വസ്തയോടുകൂടി നിറവേറ്റണം. ദൈവസ്നേഹത്തോടുകൂടി നിറവേറ്റാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരാതികളും പരിഭവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൃപ പോയതിൻ്റെ അടയാളമാണ്. കൃപ പോയതിൻ്റെ അടയാളമാണ്. നമ്മളിൽ ഈ ദൈവകൃപ പോയിട്ടുണ്ടോ? എന്നിലോ നിങ്ങളിലോ പരാതികളും പരിഭവങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളും ഒറ്റപ്പെടലുകളും ഉണ്ടോ? ഒരു കുടുംബത്തിൽ ഒറ്റപ്പെട്ടവനെ പോലെ ഒറ്റപ്പെട്ടവളാണ്. എന്താണ്? കൃപ പോയതിൻ്റെ അടയാളമാണ്. നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ ഭാഗമായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, തീർച്ചയായും അത് തിരിച്ചറിയാൻ നിങ്ങളെ നോക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും. നിങ്ങളിൽ അവർക്കത് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും, രുചിച്ചറിയാൻ പറ്റും. കർത്താവേ, ഈ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അങ്ങയുടെ സുവിശേഷമാകുന്ന ആ പെട്ടകത്തിലേക്ക്, കൃപയാകുന്ന പെട്ടകത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ താൻ ഏറ്റെടുത്തതും സ്വീകരിച്ചതും പ്രഘോഷിച്ചതുമായ ആ സുവിശേഷം, അതിനുവേണ്ടി അർഹതയില്ലാതെ കിട്ടിയ ദൈവിക അനുഗ്രഹം, സുവിശേഷപരമായി ജീവിക്കാൻ കിട്ടിയ ആ ദൈവവിളി, അതിനെ പൗലോസ് അപ്പോസ്തലൻ പേര് വിളിച്ച് കൃപ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു അപ്പോസ്തലനായിരിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ആളാണ്. ഞാൻ ആ യോഗ്യത നഷ്ടപ്പെടുത്തി, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു എന്ന കാരണം കൊണ്ട് അതെല്ലാം ഞാൻ കളഞ്ഞു കുളിച്ച ആളാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും എളിയവനാണ് ഞാൻ. എന്നിട്ടും എനിക്ക് ദൈവം തന്ന സുവിശേഷം, കൃപ വ്യർത്ഥമായി പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവർ, ആ ദൈവകൃപയെ തിരിച്ചറിയാം. നമ്മളിന്നിപ്പോൾ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യമാണ്, കൃപയാണ്. നമ്മൾ ഈ സുവിശേഷ പന്തലിൽ ഇരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമേ എന്ന് വിളിക്കാൻ മനസ്സ് കാണിക്കുന്നെങ്കിൽ അതൊരു കൃപയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നെങ്കിൽ കൃപയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങാൻ പോകുന്ന നേരത്ത്
ഒരു കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് താൻ ആരാധിക്കുന്ന ദൈവത്തെ വണങ്ങാൻ മനസ്സ് കാണിക്കുന്നെങ്കിൽ അതൊരു കൃപയാണ്. നിങ്ങളതൊരു ഭാഗ്യമായി കാണണം. നിങ്ങളുടെ മക്കൾക്ക് കൈനിറച്ച് സമ്മാനം കിട്ടുമ്പോൾ എൻ്റെ ദൈവമാണ് എനിക്ക് നൽകിയെന്ന് പറയാൻ സാധിച്ചാൽ അതും ഒരു കൃപയാണ്. സത്യസന്ധതയും നീതിയും കാണിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്യൻ്റെ മുതൽ നമ്മുടെ കൈ കിട്ടി, എനിക്ക് വേണ്ട, അത് തിരിച്ചു കൊടുത്തേക്കാം, എനിക്കത് ആവശ്യമില്ല, ചിന്തിക്കാൻ പറ്റിയാൽ ഒരു വലിയ ദൈവകൃപയാണ്. ഒരനാഥന് ഒരു തിരുനാളമായി മാറാൻ സാധിച്ചാൽ അതൊരു കൃപയാണ്. ഒരഗതിക്ക് അപ്പം കൊടുക്കാൻ സാധിച്ചാൽ അതിനും പറയുന്ന പേര് കൃപയെന്നാണ്. നമ്മളതിലൊന്നും അഭിമാനിക്കണ്ട, ദൈവകൃപ കൊണ്ടാണ്. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ സാധിച്ചാൽ ഒരു കൃപയാണ്. ഒരു വചനം പഠിപ്പിക്കാൻ പറ്റിയാൽ ഒരു കൃപയാണ്. ഒരു രോഗിയുടെ അടുക്ക പോയി ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് സാധിക്കുന്നത് ഒരു ദൈവകൃപയാണ്. ഒരു നേരത്തെ ഭക്ഷണം ഒരു വ്യക്തിക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതും കൃപയാണ്. നമ്മൾ വേദനയിലും പ്രയാസങ്ങളിലും ഭാരപ്പെടുമ്പോൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിക്കാൻ പറ്റുന്നത് ദൈവകൃപയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ദൈവകൃപ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. Testimony